ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാക്കോബ് അധ്യായം 2 ബൈബിൾ ക്വിസ്. വാക്യം 1 യാക്കോബ് യേശുക്രിസ്തുവിനെ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു? തേജസ്സുള്ളവനായി. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ എന്ത് കാണിക്കരുത് എന്നാണ് യാക്കോബ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. മുഖപക്ഷം കാണിക്കരുത്. പള്ളിയിൽ വന്ന മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി നാം എന്തു പറയാനിടയുണ്ട്? ഇവിടെ സുഖേന ഇരുന്നാലും എന്ന്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് പള്ളിയിൽ വന്ന ദരിദ്രനെ നോക്കി നാം എന്തു പറയാനിടയുണ്ട്? നീ അവിടെ നിൽക്ക, അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തിങ്കൽ ഇരിക്ക എന്ന്. നിങ്ങളുടെ പള്ളിയിൽ വന്ന മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി നിങ്ങൾ ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക, അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തിങ്കൽ ഇരിക്ക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെ വിധിക്കുന്നവരായില്ലയോ എന്നാണ് യാക്കോബ് ചോദിക്കുന്നത്. നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ? ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ എന്തിനെല്ലാം തിരഞ്ഞെടുത്തില്ലയോ എന്നാണ് യാക്കോബ് ചോദിക്കുന്നത്. വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? ദരിദ്രരായ ക്രിസ്ത്യാനികളെ ന്യായസ്ഥലങ്ങളിലേക്ക് ഇഴച്ചുകൊണ്ടു പോകുന്നത് ആർ? ധനവാന്മാർ. നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന നല്ല നാമത്തെ ദുഷിക്കുന്നവർ ആർ? ധനവാന്മാർ. ഏത് തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന. മുഖപക്ഷം കാണിച്ചാലോ എന്തു ചെയ്യുന്നു? പാപം ചെയ്യുന്നു. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ എന്തായി തീർന്നു? അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. മുഖപക്ഷം ചെയ്യുന്നതിനെ യാക്കോബ് ഏത് രണ്ട് പാപങ്ങളുമായി താരതമ്യം ചെയ്തിരിക്കുന്നു? വ്യഭിചാരം, കുല. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കുല ചെയ്യരുത് എന്നും കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കുല ചെയ്യുന്നുവെങ്കിൽ എന്തായി തീർന്നു? ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു. എന്തിനാൽ വിധിക്കപ്പെടാനുള്ളവരെ പോലെ വിശ്വാസികൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും വേണമെന്ന് യാക്കോബ് പറയുന്നു? സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ. കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകുന്നതാർക്ക്? കരുണ കാണിക്കാത്തവന്. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ പ്രാപിക്കാത്തതെന്ത്? രക്ഷ.
ഒരു സഹോദരനോ സഹോദരിയോ നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവനോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്? പ്രവർത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നതെന്ത്? വിശ്വാസം. നിന്റെ വിശ്വാസം പ്രവർത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ എന്ത് പ്രവർത്തികളാൽ കാണിച്ചു തരാം. എൻ്റെ വിശ്വാസം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. എന്ത്? ദൈവം ഏകൻ എന്ന്. തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവർത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? ആർ നീതീകരിക്കപ്പെട്ടു? നമ്മുടെ പിതാവായ അബ്രഹാം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാണെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് യാക്കോബ് ആരോടാണ് ചോദിക്കുന്നത്? വ്യർത്ഥ മനുഷ്യനോട്. എന്തിനാൽ അബ്രഹാമിന്റെ വിശ്വാസം പൂർണ്ണമായി? പ്രവർത്തിയാൽ. അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള ഏത് തിരുവെഴുത്ത് നിവർത്തിയായി എന്നാണ് യാക്കോബ് പറയുന്നത്? അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയായി. ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചതാര്? അബ്രഹാം. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല, എന്തിനാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. പ്രവർത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. രാഹാബ് എന്ന വേശ്യയും നീതീകരിക്കപ്പെട്ടതെങ്ങനെ? ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവർത്തികളാൽ. ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും എന്താകുന്നു? നിർജീവമാകുന്നു. യാക്കോബിന്റെ 2-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.